Hi friends, welcome to my channel. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സിമ്പിൾ കേക്ക് ഡിസൈൻ ആയിട്ടാണ്. അതായത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കേക്ക് ഐസിങ് ചെയ്തെടുക്കാൻ പറ്റും. എത്ര അറിയാത്തവർക്കും ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ വളരെ സിമ്പിളാണിത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടേൺ ടേബിളിൻ്റെ മേലെ ഒരു കേക്ക് ബോർഡ് വെച്ച് അതിൽ കുറച്ച് ക്രീം പുരട്ടി കൊടുക്കാം. എന്ന് വെച്ചാൽ കേക്ക് സ്റ്റിക്കായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. കേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ പഞ്ചസാര സിറപ്പില്ലേ, നോർമൽ പഞ്ചസാര സിറപ്പിൽ അല്പം വാനില ഡ്രോപ്പും കൂടെ ആഡ് ചെയ്തതാണിത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു 1/2 കിലോയുടെ കേക്കാണ് ഉണ്ടാക്കുന്നത്. അതിന് ഏകദേശം ഒരു 1/2 കപ്പ് പഞ്ചസാര സിറപ്പ് വേണ്ടി വരും. അപ്പോൾ അത് ചെയ്തതിന് ശേഷം അതിൻ്റെ മേലെ ഇതുപോലെ നമ്മുടെ വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഫിയോണയുടെ വിപ്പിംഗ് ക്രീമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ വിപ്പിംഗ് ക്രീം ഏറ്റവും നല്ലതായിട്ട് നമ്മൾ എന്താ പറയുക, കൂടുതൽ നമ്മൾ കച്ചറകളൊന്നും ആവാതെ, അതായത് നമുക്ക് കൂടുതൽ മെസ്സി ആവാതെ നമുക്ക് എളുപ്പത്തിൽ സ്പ്രെഡ് ചെയ്യാൻ പറ്റും ഇതുപോലെ പൈപ്പിംഗ് ബാഗ് വെച്ചിട്ടാണ്. അപ്പോൾ പൈപ്പിംഗ് ബാഗ് വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് ഞാൻ കാണിക്കുന്നത് പോലെ നന്നായിട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ടിപ്പോൾ ഞാൻ അതിൻ്റെ മേലെ ഒരു ലെയറിൻ്റെ മേലെ ചോക്കോ ചിപ്സ് അല്ലേ, നമ്മൾ ചോക്ലേറ്റ്, അതായത് ഡാർക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റ് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്, പൊടി പോലെ. അത് വെച്ച് കൊടുത്തതിന് ശേഷം ഞാൻ അതിൻ്റെ മേലെ അടുത്ത ലെയർ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അടുത്ത ലെയറും വെച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ നേരത്തെ ചെയ്ത പോലെ തന്നെ വെറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ കേക്ക് അപ്പോൾ അതും കൂടെ നന്നായിട്ട് ചെയ്യണം. നമ്മൾ ഈ എന്താ പറയുക, പഞ്ചസാര സിറപ്പ് എല്ലായിടത്തും നന്നായിട്ടായിട്ടില്ല, നമുക്ക് കറക്റ്റ് അത് നമ്മൾ കടിക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഞാൻ ഒരു ലെയറും കൂടെ ഇതുപോലെ ചെയ്തെടുക്കുകയാണ്. വിപ്പിംഗ് ക്രീം ഒന്ന് തേച്ച് കൊടുക്കുകയാണ്. വിപ്പിംഗ് ക്രീമൊക്കെ നമ്മളെ സൗകര്യത്തിനനുസരിച്ച് നമുക്ക് എങ്ങനെയാണോ എളുപ്പം ആ രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ചും കൂടെ എളുപ്പം എനിക്കിതാ തോന്നുന്നത്. അപ്പോൾ ഓരോ തവണ നമ്മുടെ എന്താ പറയുക പാലറ്റ് നൈഫ് നമ്മുടെ കേക്കിൻ്റെ മുകളിലേക്ക് കൊണ്ടുവരുമ്പോൾ നനഞ്ഞ ക്ലോത്തിൽ ഒന്ന് തുടച്ചിട്ട് വേണം, ക്ലീൻ ആക്കിയിട്ട് വേണം കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ സ്ക്രാപ്പർ ആയാലും അതേമാതിരി തന്നെ ചെയ്യണം. അപ്പോൾ ഇതുപോലെ പൈപ്പിംഗ് ബാഗ് വെച്ചിട്ട് നമ്മൾ ശ്രദ്ധിച്ച് പൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, ക്രീം പൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ മെസ്സി ആകാതെ, അതായത് കൂടുതൽ ചുറ്റുപാടൊന്നും വൃത്തികേടാവാതെ നമുക്കൊരു കറക്റ്റ് ഫിനിഷിങ്ങിൽ നമുക്ക് കേക്ക് കൊണ്ടുവരാൻ പറ്റും. കാരണം വെച്ചാൽ ഇത് തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് കണ്ടോ, ഈ സ്ക്രാപ്പർ വെച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കത് വൃത്തിയായി കിട്ടും. പിന്നെ കുറച്ച് സൈഡൊക്കെ ഉള്ളത് നമുക്ക് തുടച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പം എന്താ പറയുക, സ്ക്രാപ്പറിന് പകരം എനിക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് തോന്നുന്നത് നമ്മുടെ ATM കാർഡൊക്കെ ഇല്ല, ഇങ്ങനത്തെ കാർഡാണ്. അപ്പം ഞാൻ അത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഏകദേശം ഒരു നല്ല ഷാർപ്പ് എഡ്ജൊക്കെ ആയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് 2 മണിക്കൂർ മേളിലേക്ക് വെച്ചാൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഓക്കെ. അപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിലേക്ക് എന്താ പറയുക, നമ്മുടെ മേലെ ടോപ്പിംഗ് കൊടുക്കാൻ പോവുകയാണ്. ഞാൻ ജസ്റ്റ് കൂടുതലൊന്നും എന്താ പറയുക കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ചെയ്യുന്നില്ല. ജസ്റ്റ് നമ്മൾ വിപ്പിംഗ് ക്രീമും അതുപോലെ തന്നെ നമ്മൾ എന്താ പറയുക ചോക്ലേറ്റ് ഗനാഷില്ല, ഗനാഷ് ഞാൻ കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ചിട്ട് കട്ടിയാക്കി എടുത്തതാണ്. അപ്പം ഞാനതൊരു ഡ്രിപ്പായിട്ട് യൂസ് ചെയ്യാണ്. അപ്പം ഞാൻ ഡ്രിപ്പ് കൊടുക്കുകയാണ്. ഇതുപോലെ മെല്ലെ ചുറ്റിച്ച് നമ്മൾ പൈപ്പിംഗ് ബാഗിലൂടെ ചെയ്താൽ മതി. എന്നാൽ മുഴുവനായിട്ട് നിങ്ങൾക്ക് ചോക്ലേറ്റ് ലൂസിലാണ് വേണ്ടെങ്കിൽ ഗനാഷ് ആ ലൂസൻ തന്നെ, അതായത് ചെറിയൊരു ടെമ്പറേച്ചറിൽ ക്രീമിൻ്റെ മേലെ ഒഴിച്ചാൽ മതി. ഓവർ ടെമ്പറേച്ചറിൽ നമ്മൾ ക്രീം ലൂസായി പോവും, അടിയിലുള്ളത് വിപ്പിംഗ് ക്രീം ലൂസായി പോവും. അപ്പോൾ എന്നിട്ട് ഒന്ന് മേലെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ടേൺ ടേബിൾ കുറച്ച് നന്നായിട്ട് കറക്കിയാൽ നമുക്കത് താഴേക്ക് ഡ്രിപ്പായിട്ട് പോകും. പിന്നെ ഇതുപോലെ ഞാൻ സിമ്പിൾ ഒരു ഡിസൈൻ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതല്ല ഡിസൈന്, ഞാനൊന്ന് സ്പ്രെഡാക്കി എടുക്കുന്നുണ്ട്. ഇത് നമ്മളെ പാലറ്റ് നൈഫ് വെച്ചിട്ട് ഞാനൊന്ന് സ്പ്രെഡാക്കി എടുക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. ഞാൻ സിമ്പിളായിട്ടുള്ളൊരു ഇത് ഞാൻ കാണിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ വളരെ സിമ്പിളായിട്ടും നമുക്ക് ചെയ്യാവുന്ന ഞാൻ ഒന്ന് കാണിച്ചു തരുന്നു. ജസ്റ്റ് ഇതാ ലാസ്റ്റ് ഞാൻ ഈ ക്രീം ഈ ഒരു നമുക്ക് ഡ്രിപ്പായി പോയതാണ് നമ്മൾ സൈഡിൽ കാണുന്നത്. അത് അവിടെ തന്നെ നിന്നോളും. നമ്മളെ കേക്ക് നന്ന തണുത്തതായത് അവിടെ തന്നെ നിന്നോളും. പിന്നെ ആ ക്രീമിന് സെൻറ്ററിൽ ഞാനത് എന്താ പറയുക ഷുഗർ ടോപ്പിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ഷുഗറും അതുപോലെ തന്നെ അതിൽ കാരമലൈസ് ചെയ്തിട്ട് അതിൽ ചോക്ലേറ്റ് ഇതാക്കിയിട്ട് ഞാൻ എടുത്തതാണ്. അത് ഞാൻ മറ്റൊരു വീഡിയോയിലേക്ക് കാണിച്ചു തരാം. പിന്നെ ഞാൻ നേരത്തെ ടോപ്പിങ്ങിൽ കൊടുത്ത ആ ചോക്ലേറ്റ് ഞാൻ ജസ്റ്റ് ഒരു നമ്മുടെ സ്ക്യൂർ വെച്ചിട്ട് ഒന്ന് അങ്ങോട്ട് ആക്കി കൊടുത്തതാണ്. ആ ഡിസൈനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ അതിൻ്റെ മേലെ കുറച്ച് ഗോൾഡൻ എന്താ പറയുക നമ്മുടെ ഷുഗർ ബീഡ്സില്ലേ, അതാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വളരെ സിമ്പിളാണ്, ഒരു ടെക്നിക്കലും വേണ്ട, കൂടുതൽ ഐഡിയാസ് ഒന്നും വേണ്ട, വളരെ സിമ്പിളായിട്ട് കാണാനൊരു നല്ല ലുക്കായിട്ട് ചെയ്തിരിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്.